ഇത് നമ്മൾ ബ്രെഡ് പൊട്ടറ്റോ എഗ് കേക്ക് ഉണ്ടാക്കുന്നത് ഇനി നോക്കാം. ഇത് വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയാണത്. ഇത് കുട്ടികൾക്കായിരുന്നാലും വലിയവർക്കായിരുന്നാലും നല്ല ഇഷ്ടമായിരിക്കും. പിന്നെ ഇത് കഴിക്കുമ്പോൾ ചെറിയ ചൂടോട് കൂടിയിട്ട് കഴിക്കാം. അപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം ഇതന്നെ റെഡിയാക്കാം. ഇനി ഇത് റെഡിയാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് 2 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഈ ബ്രെഡ് മിക്സിയിൽ ഇട്ടിട്ട് പൊടിച്ചിട്ട് എടുക്കണം. മിക്സിയിലേക്ക് കുറച്ച് ചെറിയ പീസായിട്ട് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയാൽ മതി. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ നന്നായിട്ട് പൊടിഞ്ഞു കിട്ടും. അപ്പോൾ 2 സ്ലൈസ് ബ്രെഡ് എടുക്കുമ്പോൾ ഞാനിവിടെ 4 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്രെഡ് കൂടുതൽ ചേർക്കരുത്. കൂടുതൽ ചേർത്തിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ 4 മുട്ട എടുക്കുമ്പോൾ ഇതേപോലത്തെ 2 സ്ലൈസ് ബ്രെഡ് എടുക്കാം. അത് കഴിഞ്ഞിട്ട് ഈ ബ്രെഡും മുട്ടയും കൂടിയിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് എടുക്കും. അത് കഴിഞ്ഞിട്ട് ആ മിക്സിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ തക്കാളി എടുത്തിട്ടുണ്ട്, ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, സവോള എടുത്തിട്ടുണ്ട്, ഒരു വലിയൊരു പിടി കാഷ്നട്ട് എടുത്തിട്ടുണ്ട് ഇതേപോലെ. പിന്നെ ഇതേപോലത്തെ ഒരു വലിയൊരു ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. ഈ കാഷ്നട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. ഡേറ്റ്സും നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം. ഡേറ്റ്സ് ഒരുപാട് ചേർക്കണ്ട. ഇതേപോലെ ഇങ്ങനെ ഇത്രയ്ക്ക് മിക്സിന് ഇതേപോലത്തെ ഒരെണ്ണം മതിയാവും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഡേറ്റ്സ് വേണ്ടാന്നുണ്ടെങ്കിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മളിത് കഴിക്കുമ്പോൾ ഒരു ചെറിയ മധുരം കൂടിയിട്ടാവുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇത് ചേർത്താൽ മതി, ഈ ഈന്തപ്പഴം. പിന്നെ പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ അത്യാവശ്യം നല്ല എരിവുള്ള ഇതേപോലത്തെ 2 ചെറിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. ഈ മല്ലിയിലയും പച്ചമുളകും നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം. പിന്നെ മിക്സിൻ്റെ കൂടെ ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചീസും എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഇതേപോലെ ഇങ്ങനെ ഷെഡ് ചെയ്തേക്കുന്ന ചീസാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഇതേപോലെ ഷെഡ് ചെയ്യാണ്ട് ചിലപ്പോൾ വലിയ ബാറായിട്ടുള്ള ചീസാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഇതേപോലെ നമ്മൾ ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത് വെച്ചിട്ട് ചീസൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്താൽ മതി. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും വേണം. പിന്നെ ഞാൻ ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ മുട്ട ഓംലേറ്റ് ഉണ്ടാക്കില്ലേ, അതേപോലെ ഓംലേറ്റ് ഉണ്ടാക്കും. അത് ഭയങ്കര കനം കുറച്ചിട്ടല്ല ഉണ്ടാക്കണത്. ഇതിലേക്ക് നമ്മൾ ആ ബ്രെഡിൻ്റെ മിക്സും കൂടിയും ചേർക്കണത് കൊണ്ട് ഈ മിക്സ് നമ്മൾ പാനിലേക്ക് ഒഴിക്കുമ്പോൾ ഭയങ്കര കനം കുറഞ്ഞിട്ട് അങ്ങോട്ട് പരന്ന് പോവില്ല. കുറച്ച് കട്ടിയായിട്ട് കുറച്ച് തിക്കായിട്ട് ഇരിക്കും. അത് കഴിഞ്ഞിട്ട് ഇത് ഓംലേറ്റ് ആയി കഴിഞ്ഞിട്ട് ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ആക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കും. അത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ പൊരിച്ചിട്ട് എടുക്കും. പൊരിച്ചിട്ട് എടുക്കുമ്പോൾ നമ്മൾ ഈ ഓംലേറ്റിൻ്റെ പീസായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ മുകളിൽ ഈ ഉരുളക്കിഴങ്ങ് നമ്മൾ തൊണ്ട് കളഞ്ഞിട്ട് ഇത് നല്ല ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കും. എന്നിട്ട് ഈ ഗ്രേറ്റ് ചെയ്തെടുത്തേക്കുന്ന ഉരുളക്കിഴങ്ങും പിന്നെ നമ്മൾ നേരത്തെ കുറച്ച് ചീസ് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, ഈ ചീസും കൂടിയിട്ട് മിക്സ് ചെയ്യും. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പും ചേർക്കും. ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും ചേർക്കും. അതുകഴിഞ്ഞിട്ട് ആ മിക്സ് നമ്മൾ ഈ ഓംലേറ്റ് ആക്കിയിട്ട് നമ്മൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഇങ്ങനെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഷാലോ ഫ്രൈ പോലെ ചെയ്തിട്ടെടുക്കും. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഉരുളക്കിഴങ്ങ് നമുക്കിപ്പോൾ ഒന്നും ചെയ്യണ്ട, കാരണം നേരത്തെ കൂടിയിട്ട് നമ്മളത് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കളർ മാറുമല്ലോ. അപ്പോൾ ഇത്രയ്ക്ക് സാധനങ്ങളെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് മുട്ടയും കൊണ്ടുള്ള ഓംലേറ്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് മാത്രം ഉരുളക്കിഴങ്ങ് തൊണ്ട് കളഞ്ഞിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇത് മിക്സ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വലിയൊരു പാത്രം എടുക്കാം. ഈ പാത്രത്തിലേക്ക് നമ്മൾ 2 ബ്രെഡ് പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ അത് ചേർക്കാം. ഇതിലേക്ക് 4 മുട്ട ചേർക്കാം. ഇതിലേക്ക് സവോള ചേർക്കാം. അതങ്ങനെ ചേർക്കണതിന് തന്നെ കറക്റ്റായിട്ടൊരു അളവില്ല. അതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമ്മൾ കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ ഇല്ല, കുറച്ച് അത്യാവശ്യം നന്നായിട്ട് ചേർക്കാം. ഞാനിവിടെ ഇതേപോലെ ഒരു 2.5 പിടിയുടെ അടുത്ത് സവോള ചേർത്തിട്ടുണ്ട്. എല്ലാവരും നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം. ക്യാപ്സിക്കം ചേർക്കാം. ക്യാപ്സിക്കം ഞാനിവിടെ ഇതേപോലെ ഇങ്ങനെ ഒരു 2 പിടി ചേർക്കുന്നുണ്ട്. തക്കാളി ഒരുപാട് ചേർക്കണ്ട. ഞാനിവിടെ ഒരു തക്കാളിയുടെ ഒരു വലിയൊരു തക്കാളിയുടെ ഒരു 1/4 ഭാഗത്തിൻ്റെ അടുത്ത് മാത്രമേ എടുത്തിട്ടുള്ളൂ. കാരണം ഒരുപാട് പുളിയായിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതിലേക്ക് പച്ചമുളകും മല്ലിയിലയും ചേർക്കും. പച്ചമുളക് നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കാം. ഈ മല്ലിയില ചേർക്കാം. ഈന്തപ്പഴം ചേർക്കാം. ഇതിലേക്ക് കാഷ്നട്ട് ചേർക്കാം. കാഷ്നട്ട് ആയിരുന്നാലും കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കാം. ഇതിലേക്ക് ചീസ് ചേർക്കാം.
അതേപോലെ ഒരു 2 പിടി ചീസ് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഉപ്പും ചേർക്കണം, കുരുമുളകിൻ്റെ പൊടിയും ചേർക്കണം. ഉപ്പ് ചേർക്കുമ്പോൾ നമ്മൾ സാധാരണ ചേർക്കണം അത്രയ്ക്ക് ഉപ്പിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. കാരണം ചീസിൽ അത്യാവശ്യം നന്നായിട്ട് ഉപ്പുണ്ടാവും. പിന്നെ ബ്രെഡിലായിരുന്നാലും ഉപ്പുണ്ടല്ലോ. അപ്പോൾ ഉപ്പ് കുറച്ച് ചേർത്താൽ മതി. ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർക്കാം. ഇനി കുരുമുളകിൻ്റെ പൊടി ചേർക്കാം. നമ്മൾ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യുക. ബ്രെഡ് ചേർക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കുറേ ബ്രെഡ് ചേർക്കരുത്. ഇപ്പോൾ ഓംലേറ്റ് ഉണ്ടാക്കാനുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇത് വെച്ചിട്ട് ഓംലേറ്റ് ഉണ്ടാക്കാം. ഇത് ഓംലേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഇപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കുക. നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ഓയിൽ ഒഴിക്കുക. ഇതിലേക്ക് മിക്സ് ഒഴിക്കുക. ഞാനിവിടെ 2 ട്രിപ്പായിട്ടാണ് ഉണ്ടാക്കുന്നത്. കാരണം അല്ലെങ്കിൽ ഇത് ഭയങ്കര വലുതാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് മറിച്ചിടാൻ വേണ്ടിയിട്ട് കുറച്ച് പാടായിരിക്കും. അത് ഒരുപാട് അങ്ങനെ പരത്തി കൊടുക്കണ്ട. അതായത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണമല്ലോ. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് എങ്ങനത്തെ ഷേപ്പാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നമ്മളത് ഓംലേറ്റ് ആക്കുമ്പോൾ റെഡിയാക്കാൻ വേണ്ടിയിട്ട് നോക്കാം. സൈഡാക്കി ഞാനിവിടെ ഒരുപാട് അങ്ങോട്ട് റൗണ്ട് തന്നെ ആക്കുന്നുണ്ട്. ഈ തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. തീ ഒരുപാട് കൂട്ടി വെക്കരുത്. തീ എന്തോരം കുറച്ച് വെക്കാമോ അത്രയ്ക്കും കുറച്ച് വെക്കണം. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഇതിൻ്റെ അടി കരിഞ്ഞു പോകും. കാരണം ഇത് പതുക്കെ ഒന്ന് വേവാണ്ട് ഇത് നമുക്ക് മറിച്ചിടാൻ കുറച്ച് പാടായിരിക്കും. അപ്പം അതുകൊണ്ടാണ് തീ നന്നായിട്ട് കുറച്ച് വെക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിയത് മുഴുവൻ വേസ്റ്റ് ആയി പോകും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം ഞാനിവിടെ തീ നന്നായിട്ട് കുറച്ചിട്ടാണ് വെച്ചേക്കുന്നത്. ഇനി ഇത് മൂടി വയ്ക്കാം. ഞാനവിടെ 2 മിനിറ്റ് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതേപോലെ ഇങ്ങനെ ഒരു ചട്ടകം വെച്ചിട്ട് എന്ത് വെച്ചിട്ടാണ് നിങ്ങൾ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഈ സൈഡിൽ കൂടെ ഒന്ന് പൊന്തിച്ച് നോക്കാം. അപ്പോൾ അത് അടി നന്നായിട്ട് വെന്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചിടാം. ഇങ്ങനെ പൊന്തി വരണം, അടിയിൽ നിന്ന് ശരിക്കും വിട്ട് വരണം. അപ്പോൾ ഭയങ്കര വലുതായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ തിരിച്ചിടാൻ വേണ്ടിയിട്ട് വരുമ്പോൾ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ പകുതി മിക്സായിട്ട് ഉണ്ടാക്കിയത്. ഇത് തിരിച്ചിടാം. ചിലപ്പോൾ നമ്മൾ തിരിച്ചിടാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഇങ്ങനെ ചട്ടകം അടിക്കോടെ എടുത്തിട്ട് ഇങ്ങനെ തിരിച്ചിടാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും ചിലപ്പോൾ അത് തിരിച്ചിട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ആകെ വിട്ടു പോകുന്നു. പക്ഷേ ചട്ടകം വെച്ചിട്ട് നമ്മൾ പൊന്തിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അപ്പം തന്നെ അങ്ങോട്ട് തിരിച്ചിട്ടോളണം. പിന്നെ നമ്മളത് ആലോചിച്ച് നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രണ്ടാമത് നമ്മൾ ഈ ചട്ടകം അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വലിച്ചെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ മിക്സിങ് ആകെ എല്ലായിടത്തേക്കും സ്പ്രെഡായി പോകും. അപ്പോൾ അത് മറിച്ചിടാൻ വേണ്ടിയിട്ടാണ് കുഴപ്പമില്ല. ഇതിനധികം കനമൊന്നുമില്ലല്ലോ. നമ്മളിങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അത് ചിലപ്പോൾ മറിച്ചിടാൻ വേണ്ടിയിട്ട് പറ്റില്ലാന്ന്. ഇനി തീ ഒരുപാട് കൂട്ടി വെക്കണ്ട. ഇത് മൂടി വെക്കാം. ഒരുപാട് നേരം മൂടി വെക്കണ്ട. ഒരു 2 മിനിറ്റിൻ്റെ അടുത്തേക്ക് മാത്രം മൂടി വെച്ചാൽ മതി. തീ കൂട്ടി വെക്കരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. തീ വേണമെന്നുണ്ടെങ്കിൽ പതുക്കെ ഒന്ന് കൂട്ടി കൊടുക്കുക. പക്ഷെ ഒരുപാട് കൂട്ടി കൊടുക്കരുത്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് ഈ പാനിൽ നിന്ന് നമുക്ക് മാറ്റാം. ഇനി ബാക്കിയുള്ള മിക്സും ഇതേപോലെ തന്നെ ഓംലെറ്റ് ആക്കിയിട്ടെടുക്കാം. ചോരൊന്ന് ഒഴിച്ചു കൊടുക്കാം. കാരണം ഇതേപോലെ ഒരു പാത്രം അടുപ്പിച്ച് വെച്ചിട്ട് വേണം ഇത് എടുത്തിട്ട് ഇതിലേക്ക് ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇത് കുറച്ച് കനത്തിലിരിക്കാനും ഇത് കുറച്ചധികം ദൂരത്തേക്ക് നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നത്. പക്ഷേ ഇതിലേക്ക് നമ്മൾ ബ്രെഡൊക്കെ കുറേ ചേർത്തിട്ടുണ്ടെങ്കിൽ ഇത് അത്രയ്ക്കാണ്ട് സോഫ്റ്റ് ആയിട്ട് ഇരിക്കില്ല, ഭയങ്കര ഹാർഡായിട്ടിരിക്കും. കഴിക്കാനായിരുന്നാലും അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ബാക്കിയുള്ളത് ഞാൻ ഈ സൈഡ് കട്ട് ചെയ്തതും ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഇപ്പോൾ നമ്മളിത് ചെയ്യുന്ന പോലെ തന്നെ ഫ്രൈ ചെയ്തിട്ടെടുക്കുക. അല്ലെങ്കിൽ ഇത് വെറുതെ തന്നെ കഴിക്കാനായിരുന്നാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കുക. ഞാനിവിടെ ഓൾറെഡി തൊണ്ട് കളഞ്ഞിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കുമ്പോൾ
അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ചെറുതിലല്ല, അതിനേക്കാളും കുറച്ചും കൂടി വലുതുണ്ടല്ലോ, ഇതിനകത്ത് വെച്ചിട്ടാണ് ഞാൻ ഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇനി ഇതിലേക്ക് ചീസ് ചേർക്കാം. നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാം. ഞാനിതിലേക്ക് ഇതേപോലെ ഇങ്ങനെ 2 പിടി ചീസ് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചീസും ചേർക്കാണ്ട് ഉണ്ടാക്കാം. ഈ ഉരുളൻകിഴങ്ങ് മാത്രം ഗ്രേറ്റ് ചെയ്തിട്ടും ഇത് റെഡിയാക്കിയിട്ട് എടുക്കാം. പക്ഷേ ചീസും കൂടിയും ചേർക്കുമ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. ഇതിലേക്ക് കുറച്ച് കുരുമുളകിൻ്റെ പൊടി ചേർക്കാം. നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാം. ഇതിലേക്ക് ഉപ്പ് ചേർക്കാം. അതിലേക്ക് നമ്മൾ ചീസ് ചേർത്തേക്കുന്നത് കൊണ്ട് തന്നെ ഉപ്പ് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഉപ്പ് നമുക്ക് സാധാരണ ചേർക്കണം അത്രയ്ക്ക് ആവശ്യം ഉണ്ടാവില്ല. വളരെ കുറച്ച് ഉപ്പ് മാത്രം ചേർത്താൽ മതി. ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. കാരണം ഉരുളൻകിഴങ്ങ് നമ്മൾ നേരത്തെ കൂട്ടിയിട്ട് ഗ്രേറ്റ് ചെയ്ത് വെക്കരുത്, നമുക്കറിയാമല്ലോ, അപ്പോൾ അതിൻ്റെ കളർ മാറിപ്പോകുമല്ലോ. അപ്പോൾ ഈ ഉരുളൻകിഴങ്ങിൻ്റെ ഉള്ളിൽ അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഉണ്ടാവും. പക്ഷേ ഈ വെള്ളം ഞാൻ പിഴിഞ്ഞ് കളയുന്നില്ല. കാരണം ഈ ഉരുളൻകിഴങ്ങ് ഇത് വേവാൻ വേണ്ടിയിട്ട് വെള്ളം കൂട്ടിയിട്ട് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ വെള്ളം പിഴിഞ്ഞ് കളയണ്ട. ഇപ്പോൾ ഉരുളൻകിഴങ്ങും ഉപ്പും ചീസും കുരുമുളകിൻ്റെ പൊടിയും ഇതിനകത്ത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഷാലോ ഫ്രൈ പോലെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് മൊരിയിച്ചിട്ട് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പാൻ നന്നായിട്ട് ചൂടാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ നമ്മൾ നേരത്തെ ഓംലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലേ, ആ സെയിം പാൻ തന്നെയാണ് വെച്ചേക്കുന്നത്. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിട്ടാണ് ഇരിക്കുന്നത്. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ഓരോ പീസായിട്ട് എടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഈ മിക്സ് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അത്യാവശ്യം കുറച്ച് നല്ല കട്ടിയിൽ തന്നെ വയ്ക്കാം. പ്രസ് ചെയ്ത് കൊടുക്കുക, അതിങ്ങനെ പിടിച്ചിരുന്നോളും. ഇനി അപ്പുറത്തെ സൈഡിലേക്ക് ഇത് നമ്മൾ പാനിലേക്ക് വെച്ച് കഴിഞ്ഞിട്ട് വെച്ചാൽ മതി. അപ്പോൾ ഇനി ഇത് നമുക്ക് പാനിലേക്ക് വെക്കാം. വെക്കാൻ പോണതിൽ മുമ്പ് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഈ മിക്സ് വെച്ചേക്കണ ഈ ഭാഗം ഇതേപോലെ ഇങ്ങനെ കംപ്ലീറ്റ് വെക്കാം. ഈ ബാക്കിയുള്ളതെല്ലാനും ഇതേപോലെ തന്നെ വെക്കാം. ഇതിൻ്റെ മുകളിലും ഇതേപോലെ ഇങ്ങനെ പാനിൽ വെച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ മിക്സ് വെച്ച് കൊടുത്താൽ മതി. ഈ ഒരുപാട് കൂട്ടി വയ്ക്കണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം. മിക്സിങ്ങിന് വേണ്ടിയിട്ട് 3 ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇനി ബാക്കി ഇത്രയ്ക്ക് മിക്സിങ്ങാണ് ബാക്കിയുള്ളത്. നമ്മളിവിടെ ഇതേപോലത്തെ 5 ഉണ്ടാക്കിയേക്കുന്നത്. ഇനി കട്ട് ചെയ്തേക്കണേൽ ഒരു 3 പീസും കൂടി ബാക്കിയുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഒരു 4 ഉരുളൻകിഴങ്ങ് വലുതെടുക്കാന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് വരും. നിങ്ങളത് ഓരോ സൈഡ് തിരിച്ച് മറിച്ചിട്ടിട്ട് ഇത് മൊരിച്ചിട്ടെടുക്കണം. ഇത് 2 സൈഡ് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് റെഡിയാക്കിയിട്ട് എടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, തീ ഒരുപാട് കൂട്ടി വയ്ക്കരുത്. കൂട്ടി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഉരുളൻകിഴങ്ങിൻ്റെ പുറത്ത് മാത്രമേ നമുക്ക് മൊരിഞ്ഞ് കിട്ടുള്ളൂ, അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ശരിക്കും മൊരിഞ്ഞ് കിട്ടില്ല. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 2 സൈഡും തിരിച്ചും മറിച്ചിട്ടിട്ട് നന്നായിട്ട് മൊരിയിച്ചിട്ട് എടുക്കുക. പിന്നെ ഇത് കഴിക്കുമ്പോൾ ചെറിയ ചൂടോട് കൂടിയിട്ട് കഴിക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും.